ഗ്ലാസ് എവിടെ? ഗ്ലാസ് ഇവിടെ ഉണ്ട്. ഗ്ലാസ് എവിടെ പോവാൻ? ഗ്ലാസ് ഇവിടെ ഉണ്ട്. നമ്മുടെ റെയ്ബാൻ ഇവിടെ ഇല്ലേ? നമ്മള് റെയ്ബാൻ ഇവിടെ ഉണ്ട്. ഒരു ദിവസം കൊണ്ട് ഗ്ലാസിന് ഫാൻസ് ആയി കേട്ടോ. ഗ്ലാസ് ഒക്കെ ഒരു ദിവസം കൊണ്ട് ഗ്ലാസിന് ഫാൻസ് ആയി. സോ ഗൈസ് എല്ലാവർക്കും ഹായ്, ഹലോ ഹലോ. സ്കോർ ബോർഡ് സൈഡ് സ്കോർ ബോർഡ് മാറ്റി വെക്കാം ഗൈസ്. ഗൈസ് എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ സ്ട്രീം. എല്ലാവർക്കും ഹായ്, ഹലോ 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 ഗൈസ്. എല്ലാവർക്കും ഹായ് 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 ഹായ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം. എടാ ആരാ പറഞ്ഞേ ഗൈസ്? ഞാൻ ഇത് എടാ നമുക്ക് ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ജാതി മതമൊക്കെ നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. ഒരുപാട് നേരം ക്യൂ ഒക്കെ നിന്ന് മറ്റേ അക്ഷയയിലൊക്കെ പോയി ഫോമൊക്കെ ഫില്ല് ചെയ്ത് ഇതാക്കണമെന്ന്. ഒരു ദിവസം കൊണ്ട് എൻ്റെ ജാതി മാറി, മതം മാറി, എൻ്റെ രാഷ്ട്രീയം മാറി. ഒറ്റ ദിവസം. ഇന്ന് ഉച്ചയ്ക്കൊരു വീഡിയോ വന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് എൻ്റെ മതവും ജാതിയൊക്കെ മാറിയില്ലേ? പിന്നല്ലാതെ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്? ഇതൊന്നും ഒരു വലിയ പരിപാടിയുള്ള പരിപാടിയല്ല. പേരൊക്കെ മാറ്റിക്കളഞ്ഞ ആൾക്കാർ പേരൊക്കെ മാറ്റി. എൻ്റെ പേര് മാറ്റി, മതം മാറ്റി, ജാതി മാറ്റി, മതം മാറ്റി, എല്ലാം മാറ്റിക്കളഞ്ഞു. ടോട്ടലി ചേഞ്ച്. പുതിയൊരു മനുഷ്യനായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ സ്ട്രീം. വെൽക്കം ബാക്ക്. നമുക്ക് ഒരു ചെറിയ കാര്യം പറഞ്ഞിട്ട് പറയാം കേട്ടോ ഗൈസ്. ഈ ചാറ്റിനകത്തൊക്കെ ഉണ്ടല്ലോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമന്റിനകത്തൊക്കെ ആൾക്കാർ ഓരോന്ന് വന്നിരുന്ന് കമന്റ് ഇടുന്ന കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ചിരിയാണ് വരണത്. ഞാൻ സീരിയസ് ആയിട്ട് നിങ്ങളുടെ അടുത്തൊരു കാര്യം പറഞ്ഞോട്ടെ. ഈ റീച്ചിന് വേണ്ടി നമ്മൾ ഇതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ, എടാ ഇവിടുന്ന് ഡൽഹി പോയി എത്ര രൂപ ചിലവ് വരും? ഞാൻ റീച്ചിന് വേണ്ടിയിട്ടായിരുന്നെങ്കിൽ ഡൽഹിയിലൊക്കെ പോയി ഞാൻ മറ്റേ ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഇട്ട് ആൾക്കാർക്ക് ഫുഡ് മേടിച്ചു കൊടുക്കണതൊക്കെ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യില്ലായിരുന്നു. ഇതല്ല നമ്മുടെ ഉദ്ദേശം. ചില ആൾക്കാർ പറയുന്നതായിട്ട് ഫേക്ക് പ്രതികരണ ശേഷിയെന്ന്. ഈ ഫേക്ക് പ്രതികരണ ശേഷി അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള ഇത് മറ്റേ റീച്ചിന് വേണ്ടിയുള്ള പ്രതികരണ ശേഷി എന്ന് പറഞ്ഞ ആൾക്കാരോട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. കുറച്ച് നാൾക്ക് മുമ്പ് കുറച്ച് നാളല്ല, വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് പാവപ്പെട്ട വീട്ടിലിരിക്കുന്ന അമ്മമാർ തൊട്ട് പെങ്ങന്മാരുടെ വരെ വീഡിയോസും ഫോട്ടോസും ടെലഗ്രാമിലൊക്കെ കിടന്ന് കറങ്ങിയ സമയത്ത് ഈ പ്രതികരണ ശേഷിയുള്ള ചേട്ടായിമാരൊക്കെ എവിടെയായിരുന്നു? അത് നിങ്ങൾ അറിഞ്ഞില്ലേ? ഞാൻ വീഡിയോ ഇട്ടപ്പോഴാണോ അറിഞ്ഞത് ഇതുപോലെ വീട്ടിലിരിക്കുന്നവരുടെ വരുന്നുണ്ട്, ഇൻഫ്ലുവൻസേഴ്സിന്റെ മാത്രമല്ല വരുന്നതെന്ന്? അതുപോലെ എത്ര എത്ര കാര്യങ്ങൾ എടുത്തു പറയാനുണ്ട്. നമ്മൾ എൻ്റെ അടുത്ത് പറയണെങ്കിൽ AC റൂമിലിരുന്ന് ഗെയിം കളിക്കാൻ മാത്രമല്ലേ ഉമ്മാർക്ക് പറ്റത്തുള്ളൂ. ഇതാണ് ഈ AC റൂമിലിരുന്ന് ഞങ്ങൾ ഗെയിം കളിക്കാൻ മാത്രമല്ലാതെ അതിന് പുറമേ ചെയ്ത കുറേ കാര്യങ്ങളുണ്ട് ബ്രോ. അതിങ്ങനെ ഒരു സമയം വരുമ്പോൾ എടുത്ത് വെച്ച് കണക്ക് പറയാൻ താല്പര്യമില്ല ബ്രോ. സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പാർട്ട് ഫ്രം ഗെയിമിങ് ബാക്കി കാര്യങ്ങളല്ലാതെ കമ്മ്യൂണിറ്റിക്കൊക്കെ വേണ്ടി നമ്മളൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഉള്ള കാര്യം എടുത്ത് നോക്കിയാൽ മതി. രണ്ടാമത്തെ കാര്യം ഗൈസ്, ഞാൻ ഇതുവരെ എൻ്റെ ലൈവിൽ ഡിസ്കസ് ചെയ്യാത്ത വേറൊരു കാര്യമുണ്ട് ഗൈസ്. ഒരു മിനിറ്റ്, ഞാൻ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ഞാൻ ചന്ദ്ര ലൈവ് നോക്കാം. ചില്ല ഞാൻ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ഞാൻ നമ്മുടെ ലൈവിനകത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമായിരുന്നു, നമ്മൾ മറ്റേ പാർട്ടിയും മതവും ഇതൊന്നും ഡിസ്കസ് ചെയ്യത്തില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞായിരുന്നു. പിന്നെ ആൾക്കാർ എൻ്റെ പാർട്ടിയൊക്കെ മാറ്റിയത് കൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞുതരാം ബ്രോ. ഞാൻ ഇതുവരെ ഇതങ്ങനെ പറഞ്ഞിട്ടില്ല, എന്നാലും ഞാൻ പറയുക. ഞാൻ നല്ല ഒന്നാം തരം SFI കാരനായിരുന്നു. എൻ്റെ ഫാമിലി ആണെങ്കിലും എൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരും മോസ്റ്റ് ഓഫ് ദ എല്ലാവരും എൻ്റെ ഫാമിലിയിലെ ഗ്രാൻഡ് പേരൻസ് അടക്കം ഒരു കമ്മ്യൂണിസ്റ്റ് ഫാമിലിയിൽ നിന്നാണ് ഞാൻ വന്നിട്ടുള്ളത്. പക്ഷേ ഇന്ന് ഞാൻ ഈ പറയണത് പോലെ ബ്രോ എൻ്റെ പ്രതികരണ ശേഷിയൊക്കെ അറിയണമെങ്കിൽ മറ്റേ കലഞ്ഞൂർ സ്കൂളിലൊക്കെ, പത്തനംതിട്ടയിലെ കലഞ്ഞൂർ സ്കൂളിലൊക്കെ പോയി അന്വേഷിച്ചാൽ മതി. SFIയുടെ സെക്രട്ടറിയും അതും ഇതുവരെ കൊടി പിടിക്കാനും അത് പിടിക്കാനും ഒക്കെ ഞാൻ പലതിനും പോയിട്ടുണ്ട്. പക്ഷേ എന്ന് കരുതി ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടിയുടെ സൈഡിൽ നിന്നൊരു മോശം പ്രവർത്തനം വന്നാൽ അത് എടുത്തു പറയാനും അതിനെ അല്ലെങ്കിൽ ബ്ലൈൻഡായിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മണ്ടനല്ല ഞാൻ. മനസ്സിലായ? എൻ്റെ പ്രതികരണ ശേഷി അങ്ങനെയാണ്. എനിക്കിത് ഇത്രയും നാൾ നമ്മുടെ നാട് ഭരിച്ചുകൊണ്ടിരുന്നത് LDF സർക്കാർ തന്നെയാണ്. അതിൽ തന്നെ പലവട്ടം നമുക്ക് തോന്നാത്ത, ഞാൻ മറ്റേ ഒരു 14 വയസ്സുള്ള കുട്ടിക്ക് മറ്റേ ബോക്സിങ്ങിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള സാധനം നോക്കിയപ്പോൾ സമയത്ത് റൂളിംഗ് പാർട്ടിയിലുള്ള കുറേ ആൾക്കാരുടെ അടുത്ത് പോയിട്ടും അത് നടന്നില്ലെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്ട്രീം വഴി നിങ്ങളിൽ പല ആൾക്കാരെ സഹായിച്ചിട്ടാണ് ആ കൊച്ച് ആ ടൂർണമെന്റ് പങ്കെടുക്കാൻ പോയത്. ആ സമയത്ത് പോലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് യാതൊരു വിധ സപ്പോർട്ടും കിട്ടിയിട്ടില്ലെന്ന്. ഇതൊക്കെ തുറന്നു പറയാനുള്ള മനസ്സും തുറന്നു പറയാനുള്ള ഇതൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ പാർട്ടി നിങ്ങളായിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ട് ഞാനത് പറയുന്നതേ ഉള്ളൂ. എനിക്കങ്ങനെ ഞാനൊരു സാധനത്തിൽ വിശ്വസിക്കുന്നു എന്ന് വിചാരിച്ച് അവരെന്ത് പോക്കൃത്തരം കാണിച്ചാലും ഞാനത് ബ്ലൈൻഡായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുത്തിനല്ല. ഈ കണ്ണാടി വെച്ച് നേരം ബ്ലൈൻഡ് ആക്കുമായിരിക്കും, എന്നാലും ഞാൻ പറയാം, ഞാൻ അങ്ങനെ സപ്പോർട്ട് ചെയ്യണ ഒരുത്തിനല്ല. അത് ഞാൻ അത് പണ്ട് തൊട്ടേ നമ്മുടെ ഒരു സാധനം കീപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. ആ എത്തിക്സിന് നിരക്കാത്ത ഒരു കാര്യങ്ങളും ഇന്നേ വരെ ചെയ്തിട്ടുമില്ല, ചെയ്യത്തുമില്ല. അത് അങ്ങനത്തെ ഒരു കാര്യം കീപ്പ് ചെയ്തുകൊണ്ട് വന്നതാണ്. പിന്നെ നിങ്ങൾ പെട്ടെന്ന് ഒരു ദിവസം വന്ന് നമ്മുടെ പാർട്ടിയൊക്കെ മാറ്റി പറയുമ്പം അത് വിഷമാവില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അപ്പം ഒരു സമയം ചില ആൾക്കാർക്ക് പാർട്ടി പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില ആൾക്കാർക്ക് അത് ഇഷ്ടമായിരിക്കും, ക്യാരി ഫോർവേഡ് ചെയ്ത് മുന്നോട്ട് പോകാനും അവരുടെ കരിയർ ആക്കാനും പാർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള പരിപാടികളിൽ തന്നെ നിൽക്കാനും ഒക്കെ. പക്ഷേ എൻ്റെ ഒരു സമയം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ഗെയിമിങ്, സ്ട്രീമിങ് ഇതിലേക്കൊക്കെ വന്നപ്പോഴത്തേക്കിനും എനിക്കങ്ങനെ പാർട്ടി പ്രവർത്തനവും ബാക്കി പരിപാടികളും മറ്റേ അങ്ങനത്തെ കാര്യങ്ങളോട്ടൊന്നും പോകാനുള്ള സമയം ഇല്ലാതെ ആയതായി എന്ന് കരുതി അഭിപ്രായങ്ങൾ പറയാതിരിക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? ദാറ്റ്സ് ഇറ്റ്. അതിൻ്റെ അപ്പുറത്തേക്ക്
വേറെ എൻ്റെ മതം മാറ്റാനും എൻ്റെ ജാതി മാറ്റാനും ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടിയെ മാറ്റാനും ഒന്നും കമന്റ് സെക്ഷനിൽ ഇരിക്കുന്ന ആർക്കും യാതൊരു റൈറ്റ് ഇല്ലെന്ന് ഞാൻ പറയാണ്. പിന്നെ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം ഗൈസ്, ഇത് ആ വീഡിയോയിൽ അഡ്രസ്സ് ചെയ്ത ഒരു കാര്യത്തിൽ എനിക്കൊരു വലിയ കാര്യം എടുത്തു പറയാനുണ്ട്. ഞാൻ ഇപ്പോഴും പറയുവാണ്, ഈ പ്രൊട്ടസ്റ്റിന് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞൊരു കാര്യം നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിന് വരാൻ പോകുന്ന ചേഞ്ചസ് ആണ്. ചില ആൾക്കാർ പറയുന്നുണ്ട് നീറ്റ് പരീക്ഷ ഹോസ്റ്റ് ചെയ്തു, ബാക്കി പരിപാടികളൊന്നും എല്ലാം ഇതാക്കി കൊടുത്തു, ഇനി ഇതിൻ്റെ അപ്പുറത്തേക്ക് എന്താ വേണ്ടത്? നമുക്ക് വേണ്ടത് എൻഷുർ ചെയ്യാന്നുള്ളൊരു കാര്യമാണ്. ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവത്തില്ല. റിപ്പീറ്റഡ് ആയിട്ട് പലവട്ടം ഇതുണ്ടായിട്ടുണ്ട്. ഇനി ഒരു സാധനം ഉണ്ടാവത്തില്ല. ഇങ്ങനത്തെ ചില കാര്യങ്ങൾ ഇതിന്റെ ഇടയ്ക്കോട്ട് വേറെ ആർട്ടിക്കിളും വേറെ സാധനങ്ങളും ഒക്കെ കുത്തിക്കേറ്റുന്ന കുറെ പേര് ഈ സമരത്തിന്റെ ഇടയ്ക്കുണ്ട്. അത് ഒരു പർട്ടിക്കുലർ ആൾക്കാർ പറയണത് ശരിയാണ് ഗൈസ്. സത്യം പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു സാധനം പീസ്ഫുൾ ആയിട്ട് പൊക്കോണ്ടിരിക്കുക. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഗെയിമിന്റെ കാര്യമൊക്കെ പറയാം. നമ്മൾ ഇതിനകത്തുനിന്ന് മര്യാദയ്ക്ക് കളിച്ച് നമ്മൾ ഇതിനകത്തുനിന്ന് ഒരു ഏണിങ്സ് ഒക്കെ ഉണ്ടാക്കി ഒരു കമ്മ്യൂണിറ്റി നന്നായിട്ട് പോകുന്നു തോന്നുമ്പോൾ നമ്മളെ കണ്ടിന്യൂസ് ആയിട്ട് ഡീഡോസ് അടിച്ച് ഉപദ്രവിക്കുന്നില്ലേ? അതുപോലെയാണ് ഈ ഒരു പ്രൊട്ടസ്റ്റ് മര്യാദയ്ക്ക് നല്ല രീതിയിൽ ജെൻസി കാറ്റഗറിയിലുള്ള ആൾക്കാരെല്ലാവരോടും ഏറ്റെടുത്ത് നടത്തുന്ന കണ്ടപ്പം ഇതിനകത്തോട്ട് വിഷം കുത്തി വെക്കാനും അത് ചെയ്യാനും ഇത് ചെയ്യാനും കുറേ പേരുണ്ട്. ആ സാധനത്തിനോട് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല, ഇതാക്കാനും പറ്റില്ല. മനസ്സിലായ? നമുക്ക് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് ഈ വന്ന സിസ്റ്റം ഫെയിലുവറിലുള്ള കറക്ഷൻസ് എന്തോന്ന് വെച്ചാൽ എടുത്തിട്ട് അത് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് നല്ലൊരു ഫീഡ്ബാക്ക്, ദാറ്റ്സ് ഇറ്റ്. അത്രേ ഈ പ്രൊട്ടസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഞാൻ വിചാരിക്കുന്നുള്ളൂ. നിങ്ങളും അങ്ങനെ തന്നെ തിങ്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും ഇതിന്റെ അപ്പുറത്തോട്ട് വേറെ മറ്റേ തീവ്രവാദവും മറ്റേ അതും ഇതും പറയുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളൊന്നും ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. നിങ്ങളെ പോലെ തന്നെ എൻ്റെ മനസ്സിലുള്ള ഈ തോട്ടായിരിക്കും നിങ്ങൾക്കും ഉണ്ടാവുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ ഒരേ പ്രൊട്ടസ്റ്റിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ദാറ്റ്സ് ഇറ്റ്. അത്ര എനിക്ക് ഇതൊന്ന് പറയണം. കാരണം കുറേ പേരുടെ കമന്റ് സെക്ഷനിലും കുറേ പേരുടെ ഇതിലും എല്ലാം ഞാനിത് കാണുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരുമാതിരി നമ്മുടെ മൊത്തം കാര്യങ്ങൾ അവർ തീരുമാനിക്കുന്ന രീതിയിലായി. അതുകൊണ്ട് ഇത്രയും പറയണമെന്നുണ്ടായിരുന്നു. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ സ്ട്രീം ഗൈസ്. വെൽക്കം ബാക്ക്. ചന്ദ്രന്റെ ലൈവ് എന്താ? ചന്ദ്രന്റെ ലൈവിൽ എന്താ അവിടെ? അവൻ എന്താണ് ഗൈസ്? അതുപോലെ ഞാൻ പറഞ്ഞില്ല, മറ്റേ ഏഷ്യനെറ്റുകാർക്ക് നമ്മൾ അതിന്റെ ഇതെല്ലാം കൊടുത്തു. ഇന്നും അവർ വന്നായിരുന്നു. സോ എല്ലാം നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ആദ്യത്തെ ഒരു മീഡിയ എന്ന് തോന്നുന്നു നമ്മുടെ സൈഡിൽ നിന്ന് അത് കവർ ചെയ്യാനെങ്കിലും റെഡിയായി വന്നതെന്ന് പറഞ്ഞാൽ. കാരണം ഇന്നലെ ഒരു പയ്യനെ പിടിച്ചു, മനസ്സിലായ? ഇന്നലെ ഒരു പയ്യനെ പിടിച്ച് ഇതാക്കി. അതുകൊണ്ട് ഇതെന്താ ഒമേഗിളാണോ? ഒമേഗിൾ കീറി ഇരിക്കുക. ബാക്ക് അടിക്കാന്നോ? This nigga has potential. Are you okay? Are you okay? I am fine. നമ്മളടുത്ത് ഹായ് ഹലോ എവിടെ ബാക്ക് അടിക്ക്? ഏതാ? ഇതാണോ? വലിയ ആളാവണം എന്നുണ്ടോ? എന്നെ ആൾക്കാര് കണ്ടറിഞ്ഞ് ഇഷ്ടപ്പെടുന്ന അത് അപ്പൊ ഇത് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഉറപ്പാണോ? കാരണം you are good at what? good at everything. അയ്യാ, Thank you so much. ഒഴുക്കി ഇറക്കി അങ്ങ്. Okay then Food കഴിച്ചോ? food കഴിച്ചു. Bye. അപ്പൊ ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞു. എങ്ങോട്ട് വരാന്ന് പോയിട്ട് ആ വഴിക്ക് പോയാ പോരെ? keep that chiri. Thank you. Bye. Bye. അതൊക്കെ കേട്ട ഗൈസ്, കീപ് ദാറ്റ് ചിരിന്ന്. രാപ്പകലില്ലാതെ വാ തുറന്ന് താറാവിനെ പോലെ ചിരിക്കുന്ന എന്നോട് പോലും അവനെ പറഞ്ഞിട്ടില്ല ഇതുവരെ. അത് എന്നോട് പോലും കീപ് ദാറ്റ് ചിരിന്ന്. എന്നിട്ട് ഒഴുകി ഒലിക്കുന്നുണ്ട്. ഇതുണ്ടാ മുഖത്ത് പോയിട്ടില്ല, ഒഴുകി ഒലിക്കുന്നുണ്ട് അവന്റെയൊക്കെ. ഓരോ വണ്ടികളൊക്കെ എടാ ബാബു ഇന്ന് RDR വരാനിരുന്നതാണേ. അവന് പെട്ടെന്ന് ഒരു അർജന്റ് ഹോസ്പിറ്റൽ എമർജൻസി വന്ന്. കള്ളത്തരമല്ല കൈസ്, അവൻ കള്ളത്തരം പറഞ്ഞതല്ല. ഞാൻ ഓർത്ത് കോഴിയെ പിടിക്കാൻ വേണ്ടി പോയതായിരിക്കുന്നു. പക്ഷെ ഒരു അർജന്റ് ഇത് വന്നു. അവന് ഫോട്ടോ ഒക്കെ അയച്ചു തന്നായിരുന്നു. അവൻ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വരും. ഒരു 10:30 ഒക്കെ ആകുമ്പോഴത്തേക്കിന് പോയിട്ട് വരാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. മനസ്സിലായോ? പോയിട്ട് വരുന്നെങ്കിൽ വരട്ടെ, വിഷമിക്കണ്ട അണ്ണാ. എടാ എനിക്കത് വിഷമം, ഞാനതിന് വിഷമിക്കണേ. എന്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞാൻ സുഖമായിട്ട് ജീവിക്കല്ലേ കുഞ്ഞോട്ട്. ഞാൻ അതിന് സന്തുഷ്ടവാനാണ്. ചെറുതായിട്ടൊക്കെ വിഷമമുണ്ട്.
എന്നാലും അത്രയ്ക്ക് അങ്ങനെ കരയാൻ പറ്റിയ വിഷമമൊന്നും ഇല്ല അതെനിക്ക്. എല്ലാവർക്കും ഹായ്, എല്ലാവർക്കും ഹായ്, എല്ലാവർക്കും ഹായ്, എല്ലാവർക്കും വെൽക്കം 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 വെൽക്കം. ഇവനൊക്കെ ഫുൾ ടൈം എന്റെ ഉറി എല്ലാവർക്കും എത്ര നേരമായിട്ട് ഈ പട്ടീനെ കാണുന്നു. എന്റെ ലൈവ് കണ്ടോണ്ടിരിക്കുവായിരുന്നു കേട്ടാ. അയ്യോ കേട്ടാ Thank you so much. ഒഴുക്കി അങ്ങ് ഇറക്കി അങ്ങ്. ഓക്കെ Food കഴിച്ചോ? Bye. ഇപ്പൊ ഞാൻ പോയിട്ട് എടാ വേറൊരു കൂട്ടം സന്തോഷം കണ്ടോടാ. അവിടെ ഉള്ളവന്മാർ ഇവിടെ വന്ന് പറഞ്ഞു ബോസ് ലൈവ് ബോസ് ലൈവ്. എന്നിട്ട് ഇവിടെ ഉള്ളവന്മാർ അവിടെ ചെന്ന് പറഞ്ഞു ഈഗിൾ ലൈവ് ഈഗിൾ ലൈവ്. എന്നിട്ട് രണ്ടുപേരോട് ഞങ്ങള് തമ്മിൽ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞ് ഞങ്ങള് തമ്മിൽ അടിയാവാൻ വേണ്ടിയിട്ട് ഞങ്ങളെ തമ്മിൽ തല്ലിക്കാനുള്ള ഞാൻ പറയട്ടെ, ഞങ്ങൾ രണ്ടും ഒന്നാവാൻ പോണേ, നിങ്ങളെ ഒറ്റപ്പെടുത്താൻ പോവാണേ. നോക്കിക്കോണേ, അത് നോക്കിക്കോണേ. നിങ്ങളെ ഒറ്റപ്പെടുത്താൻ പോവാണേ. നിങ്ങളെ ഒറ്റപ്പെടുത്താൻ പോവാ. കാണിച്ചു തരാം, ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. നിങ്ങളത് പറയോ വി സി? വേണ്ട, ഞാൻ പറഞ്ഞോളാം. നിന്റെ സഹായം വേണ്ട. വി സി വാ, നിങ്ങളെ ആരുടെ സഹായം വേണ്ട എനിക്ക്. ഞാൻ തന്നെ പറഞ്ഞോളാം. വി സി വാ. നീ പറയണ്ടാ വെട്ടി, നീ പറയണ്ടാ കണ്ണ, നീ പറയണ്ടാ, ആരും പറയണ്ടാ, ഞാൻ പറഞ്ഞോളാ. എനിക്ക് ടൈപ്പ് ചെയ്യാറിഞ്ഞൂടെ? ആഹാ, നിന്നെയൊക്കെ ഒറ്റപ്പെടുത്താൻ പോണേ. വി സി വരൂല്ലേ? ആൾക്കാർ വി സി പോലെന്ന് പറയുമായിരിക്കും കേട്ടാ. അതെങ്ങനെ ഇവ കമന്റ് നോക്കാത്ത ഒരുത്തനാണ് ഇവൻ. കണ്ണാപ്പെണ്ണെല്ലാം ഉണ്ടോ? അവരാരില്ല. അവ എന്നെ ഒറ്റപ്പെടുത്തി വേറെ ഇതിനകത്ത് പോയടാ. അവ എന്നെ ഒറ്റപ്പെടുത്തിയടാ അവൻ. ഇല്ല ചേട്ടാ, എന്റെ വി സി എടുത്ത് കേട്ടാ, എന്റെ വി സി എടുത്ത്. ക്ലിക്ക് ലൈവിനുണ്ട് ഞാൻ. ക്ലിക്ക് കളിയാ. ഹലോ. എടാ ഞാനിങ്ങനെ ഇവിടെ എടാ ഒമേഗിളല്ലായിരുന്നോ നീ? ഒമേലല്ലായിരുന്നു. അതെ, ഇല്ല ഞാൻ ഞാൻ കണ്ടായിരുന്നു അളിയാ. അതൊന്നും ഒരു കുഴപ്പമില്ല അളിയാ, നല്ല കാര്യം അളിയാ അതൊക്കെ. ഇല്ല അതൊക്കെ നല്ല കാര്യം അളിയാ. അത് ഈ ചാറ്റിലുള്ളവന്മാരുടെ വിഷം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് തുപ്പണതാണ്. അങ്ങോട്ടും ഇങ്ങോട്ട് നിന്റെ അകത്ത് വന്ന് നിന്നെ നോക്കാൻ പറയാ, നിന്റെ അകത്ത് വന്ന് എന്നെ നോക്കാൻ പറയാ. എന്നിട്ട് നമ്മൾ തമ്മിൽ തല്ലെന്ന് കാണണം. അതിനുവേണ്ടി ഇരിക്കുന്ന കുറച്ചവന്മാര്. ഇവന്മാരെ ഒറ്റപ്പെടുത്തിയാലേ ഇത് നിർത്തത്തുള്ളൂ അളിയാ. അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട് നീ എന്തൊക്കെ പറഞ്ഞത് ഞാൻ കണ്ടു. ബാക്കടിച്ച് നോക്കി. സത്യം അളിയാ, അതാ ഞാൻ പറഞ്ഞേ. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചത്. അത് കഴിഞ്ഞപ്പോഴാണ് നശിച്ചു പോന്നി. നശിച്ചു പോന്നി. ഞാനോ? ആ നീ ചാറ്റിലുള്ളവരാണാ. ചാറ്റിലുള്ളവര് വരാതി മോൻ. എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അളി, അറിയാവോ നിനക്കത്? എടാ അളിയ ഞാൻ വല്ല ചെയ്താലേ എന്റെ CPU 100 പോവാ. 100 മാർക്കായിരിക്കും. 100 മാർക്ക് CPU തന്നേക്കണേ. അറിയാവോ നിനക്ക്? അത് എന്തിനാണെന്നറിയോ? കണ്ടെടുത്ത് കയ്യാലപ്പുറത്ത് കേറാൻ നിൽക്കുന്ന സമയത്ത് സ്ട്രീം ചെയ്ത് PC അപ്ഗ്രേഡ് ചെയ്യണോടാ. നീയൊക്കെ പിന്നെ എന്തിനു നടക്കണേ? നീ എന്തിനു നടക്കണേ? നീയൊക്കെ ഡ്രോൺ മേടിച്ച് കൊച്ചിക്കൂടെ പറത്തടാ. ആ പൈസക്ക് ഒരു GPU മേടിച്ച് വെച്ചിടായിരുന്നോ? ചാറ്റിലുള്ളവർ പറയണത് നിന്നെ പറ്റി ഇത്ര അപരാധം. അവരാണ് ശരി. നീ വെല്ലുവിളിച്ചെന്ന് പറഞ്ഞിട്ട് എന്നെ ആ ഫോർസിൽ ഉണ്ടാക്കുമെന്ന്. അളിയാ വീല് വിറ്റിട്ട് പോയ നിന്നോടൊക്കെ ഞാൻ എന്ത് വെല്ലുവിളിക്കാനാ അളിയാ? അളിയാ വീലേ ഇവിടെ ഞാൻ ഷെൽഫിൽ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അടുത്തുനിന്ന് റൂമൊക്കെ സെറ്റായി പറഞ്ഞുള്ളൂ. എടുത്ത് വെച്ചിട്ടേ ഒരു കറക്റ്റ് ഒരു അടി ഉണ്ട് കേട്ടോ നിന്നെ. അളിയാ ഞാനിങ്ങനെ നിന്റെ ഫ്രണ്ടിൽ കൂടി ഇങ്ങനെ ഓടിച്ച് നിന്റെ ഫ്രണ്ടിൽ ഞാൻ ഇങ്ങനെ ഗ്യാപ്പ് അടിച്ച് കയറുമ്പോഴേ നിന്റെ കൈ വിറക്കല്ലേ അളിയാ അന്നേരം. കേട്ടോ നിന്റെ കൈ വിറക്കല്ലേ? എനിക്കത് കൈ വിറക്കല്ലേ. ഇത് ആരെല്ലാം ഒന്ന് ക്ലിപ്പ് ചെയ്യണേ പ്ലീസ്. ഇത് ആരെല്ലാം ഒന്ന് ക്ലിപ്പ് ചെയ്ത് വെച്ചേക്കണേ. അല്ലെ ഇവൻ ഡിലീറ്റ് ചെയ്തോണ്ട് ഓടിക്കളയും. ഇതൊന്ന് ക്ലിപ്പ് ചെയ്യണേ ദയവ് ചെയ്ത്. ഇതൊന്ന് ക്ലിപ്പ് ചെയ്ത് വെച്ചേക്കണേ. എന്നിട്ട് ലാസ്റ്റില് ഞാൻ പറയാം, ഡ്രീമർ കോമ്പീറ്റ് ചെയ്യാൻ പോണത് ഷൗട്ടെക്സ്, ആഷ്, രഘുല് പിന്നെ മുന്നിൽ പോകുന്ന തോന്നുന്നു കേട്ടാ. നിന്റെ ലോബി ഇപ്പൊ അവിടെ ആളിയാ. നീ അവിടുന്ന് മേളിലോട്ട് വരുമ്പോ നമ്മൾ പറയാം. മനസ്സിലായോ? എത്ര ബെറ്റാ അളിയാ നിന്റെ അടുത്ത ലൈവില് അടുത്ത ലൈവ് തന്നെ ഈ മാസത്തില്. അയ്യോ പിന്നെ ഒരു PC എല്ലാം ശരിയാക്കി കിട്ടുമ്പോ എനിക്ക് അടുത്ത മാസം. അതാണ് പറഞ്ഞത്. ഓക്കെ എന്നാ വേറൊരു കാര്യം പറയാം. അടുത്ത മാസം എന്ന് പറഞ്ഞാൽ ഇന്ന് ഡേറ്റ് പറ. ഡേറ്റ് അടുത്ത മാസം പകുതി. അടുത്ത മാസം പകുതിയല്ല, ഞാൻ പറയാം 10-ാം തീയതി ഒരു ലൈവ് ഇടും. അത് നീ ലൈവ് ഇടണം.
അന്ന് പോയിന്റ് ടേബിളിന്റെ ടോപ്പിൽ നമ്മളൊരു 5 കളി കളിക്കും. ആ പോയിന്റ് ടേബിൾ ടോപ്പിൽ നീയാ നിൽക്കുന്നെങ്കിൽ 1,00,000 രൂപ സ്പോട്ടിൽ അയച്ചു തരും. ആരൊക്കെ കളിക്കുമ്പോ? ഞാന്, ഗോഗു, കാസ്ട്രോ, നീ, ബാക്കി എല്ലാരും, നമ്മളുള്ള എല്ലാരും കൂടെ കളിക്കും. അന്ന് പോയിന്റ് ടേബിൾ ടോപ്പിൽ നീ വരുവാണെങ്കിൽ 1,00,000 രൂപ ഓൺ ദ സ്പോട്ട് അയച്ചു തരും. അക്കൗണ്ട് അയച്ചു തരും. ഉറപ്പാണ്. അപ്പൊ നീ എനിക്ക് അയച്ചു തരും. നീ തിരിച്ച് 5 പൈസ തരണ്ട. തരാനില്ല. 5 പൈസ തരണ്ട. ഡീൽ ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ വരും. ഞാനേ ഒരു കോക്പിറ്റ് ഒക്കെ വാങ്ങിച്ചു വെക്കട്ടെ. എന്തായാലും കുറച്ച് കാശ് കിട്ടാവുള്ളതല്ലേ. അപ്പൊ എന്തായാലും അവരുടെ അടുത്ത് പറഞ്ഞ് നാളെ തന്നെ കോക്പിറ്റിന് ഓർഡർ കൊടുക്കാം. കോക്പിറ്റ് ഒക്കെ വാങ്ങിച്ച് ഒരു 6-9 ബണ്ടിലൂടെ അങ്ങ് ഓർഡർ ചെയ്യാം. എന്തായാലും ഞാൻ അടിക്കും. ഞാൻ ഇത്ര പറയുന്നുള്ളൂ. നിന്റെ കൈ വിറക്കില്ല. ഞാൻ ഗ്യാപ്പ് അടിച്ച് ഫ്രണ്ടിൽ കയറുമ്പോഴേ കൈ വിറക്കില്ല. അന്നേരം നിന്റെ കൈ ഇതാവുന്ന നെറ്റ് ഡിലേ അങ്ങനെ ഗെയിം ഡിലേ ഒന്നും ഒരു എക്സ്ക്യൂസ് പോലും പറയത്തില്ല. വേണ്ട ക്യാഷ് പോവും ബ്രോ, എന്റെ അക്കൗണ്ട് ബാലൻസ് പോലും അത്രയില്ല. എന്നിട്ട് ഞാനിപ്പോ കോൺഫിഡന്റ് ആയിട്ട് വെല്ലുവിളിക്കണമെന്നുണ്ടെങ്കിൽ ഇവൻ എത്ര മണ്ടറാണെന്ന് എനിക്കറിയാം. ബ്രോ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതിനി പോയിന്റ് ടേബിളിൽ ഞാൻ കേറിയില്ലേലും എന്റെ മുകളിൽ ഗോഗ് പോയിന്റ് ടേബിൾ ഫസ്റ്റിലുണ്ടാവും. അവനെ അടിക്കും, നിന്നെ അടിക്കും, നിന്നെ അടിക്കും, അവനെ അടിക്കും, രണ്ടിനെ അടിക്കും. ഒരു സംശയം ഡീവൻ ഉണ്ടാവും. ഡീവനെയും ഗോട്ടിനെയൊക്കെ വെട്ടിച്ചിട്ട് ഇവൻ അടിക്കത്തില്ല. അത് നമുക്ക് ഉറപ്പുള്ള കാര്യമല്ലേ. അല്ലെങ്കിൽ ഇനി സംഭവിക്കും റോക്ക് സ്റ്റാർ ലോഗിൻ ചെയ്യാനോ. അല്ലെങ്കിൽ ഇനി ഇവൻ വല്ല പകുതി പൈസ അവർക്ക് കൊടുത്ത് അവരെ രണ്ടുപേരെ ഇൻഫ്ലുവൻസ് ചെയ്യണം. എന്നാലും ഇവൻ താഴെ ആയിരിക്കും. എല്ലാരും അടിക്കും. ഇത് എഴുതി വെച്ച ഈ പറയുന്ന ഡേറ്റും ഈ പറയുന്ന സമയവും നീ ഓർത്തിരിക്കണം. ഓർത്തിരിക്കാം. പറഞ്ഞു ഒന്നുകൂടെ പറഞ്ഞു ഡേറ്റ് സമയം എന്ന് പറഞ്ഞു.